ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായി ആളുകൾ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുന്നൊരു ചോദ്യം ഇതാണ്: എങ്ങനെയാക്ക് ഉറുമ്പുകളെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാന്നാണ്. അപ്പൊ എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ലഭിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉറുമ്പുകളെ കൊന്നുകളയാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാന്ന് ഉള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറുമ്പിനെ ഒഴിവാക്കാനുള്ള 8 വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 8 വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് ഉറുമ്പിനെ ഒഴിവാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ മിക്ക കർഷകരും ചെയ്യുന്ന ഒരു രീതിയാണ് ഉറുമ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉപ്പ് വിതറുക. തോട്ടത്തിലൊക്കെ ഉപ്പ് വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നിലത്ത് കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉപ്പിൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അസഹ്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും. അപ്പൊ അത് കാരണം അവര് ഉപ്പുള്ള സ്ഥലങ്ങളിൽ അധികകാലം നിൽക്കാറില്ല. അവർ അവിടെ നിന്ന് കൂട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. സാധാരണ മിക്ക കർഷകരും ചെയ്യുന്ന രീതിയാണ് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പൊക്കെ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ വിതറും. ഇങ്ങനെ വിതറുക വഴി നമുക്ക് ഉറുമ്പുകളെ ആ ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാവുന്ന മറ്റൊരു രീതിയാണ് ഒരു കിലോഗ്രാം ചാരത്തിൽ 1/4 കിലോഗ്രാം കക്ക നീറ്റിയതും പിന്നെ കല്ലുപ്പ് പൊടിച്ചതും ചേർത്ത് ഉറുമ്പിനെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുക. ഇങ്ങനെ വിതറി കൊടുത്താൽ ഉറുമ്പുകൾ അതിന്റെ അസഹ്യമായിട്ടുള്ള നീറ്റൽ കാരണം ഉറുമ്പുകൾ അവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന കാണാറുണ്ട്. ഉറുമ്പിനെ ഭയങ്കരമായിട്ട് അസഹ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു മിശ്രം. മണ്ണിലും ആ കൂടിന്റെ ഏരിയയിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുക. കൂടാതെ മരങ്ങളുടെ ഇലകളിലൊക്കെ ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉറുമ്പുകൾ മിക്കതും നമ്മുടെ ഏരിയയിൽ നിന്ന് പോകുന്നത് കാണാറുണ്ട്. ഇത് വളരെ ഫലപ്രദമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ അടുത്ത രീതിയാണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന അപ്പകാരം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പകാരം അല്ലെങ്കിൽ ബോറിക് ആസിഡ് നമ്മൾ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും ചെറിയൊരു ബോക്സ് ആണ്. പെട്ടിയുടെ അത്ര കിട്ടുള്ള ബോക്സിൽ ബോറിക് ആസിഡിന്റെ പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ബോറിക് ആസിഡ് കൊണ്ടുവന്നിട്ട് പഞ്ചസാര പൊടിച്ചതായിട്ട് മിക്സ് ചെയ്തിട്ട് നനയാത്ത ഭാഗങ്ങളിൽ ചെടിയുടെ ചോട്ടില് ചെറിയ പാത്രത്തിൽ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കഴിക്കാൻ വേണ്ടി ഈ ഉറുമ്പുകളെല്ലാം വരികയും ഉറുമ്പുകൾ പഞ്ചസാര കഴിക്കുന്ന വഴി ഉറുമ്പുകളെല്ലാം ചത്തുപോവുകയും ചെയ്യും. ഈ പഞ്ചസാര അവ എവിടേക്ക് കൊണ്ടുവെക്കുന്നു അവിടെയുള്ള ഉറുമ്പുകളും ഇത് ഭക്ഷിച്ച് കഴിയുമ്പോൾ ചത്തുപോകും. സാധാരണ നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ ഈ പഞ്ചസാര എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കോളനിയുടെ ഉള്ളിലെ കൂട്ടുകൊണ്ട് സംഭരിക്കും. അങ്ങനെ സംഭരിച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ള ഉറുമ്പുകൾ ഇതിൽ തൊട്ട് കഴിഞ്ഞിട്ട് ആ ഉറുമ്പുകളും ചത്തുപോകും. കാരണം ഷഡ്പദങ്ങൾ അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം ഈ ബോറിക് ആസിഡ് ഒരു ടോക്സിക് ആണ്. പക്ഷെ നമ്മൾ മനുഷ്യർക്കൊന്നും ബോറിക് ആസിഡ് ടോക്സിക് അല്ല. ഇങ്ങനെ ചെറിയ കുഞ്ഞു പ്രാണികൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ബോറിക് ആസിഡ് ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ചത്തുപോകും. ആ ബോറിക് ആസിഡ് ഉപയോഗിച്ച് നമുക്ക് പഞ്ചസാര ഭക്ഷിക്കുന്ന ഉറുമ്പുകളെ നമുക്ക് കൊല്ലാൻ കഴിയും. ഇനി പഞ്ചസാര തിന്നാത്ത കടിയനായ പുളിയനുറുമ്പുകളുണ്ട്. നമ്മുടെ ലൈനിന്റെ കമ്പിയിലൂടെയും മറ്റ് സാധനങ്ങളിലൂടെയൊക്കെ വന്ന് കുടിയേറുന്ന കടിക്കുന്ന പുളിയനുറുമ്പുകൾ. ആ പുളിയറുമ്പിനെ കൊല്ലാൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന വഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ വാങ്ങട്ടെ, ഉണക്കച്ചെമ്മീൻ. ഈ ഉണക്കച്ചെമ്മീൻ മേടിച്ചിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച ശേഷം അതിൽ നമ്മൾ ഈ ബോറിക് ആസിഡിന്റെ പൗഡർ മിക്സ് ചെയ്തിട്ട് ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുക. ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ വന്നിട്ട് അവ ഭക്ഷിച്ച ആൾ ചത്തുപോകും. അപ്പൊ നമ്മൾ ഈ കടിയനുറുമ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ ഈ പൗഡർ വെക്കുന്നത് അങ്ങോട്ട് ഉറുമ്പുകൾ വന്നിട്ട് അവ എടുത്തുകൊണ്ടുവന്ന് കാണാറുണ്ട്. നമ്മൾ മരത്തിന്റെ ചോട്ടിൽ വെച്ചാൽ മരത്തിന്റെ മുകളിൽ ഉറുമ്പുകൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ ബോറിക് ആസിഡിന്റെ പൗഡർ മിക്സ് ചെയ്ത് ഉണക്ക ചെമ്മീൻ പൊടിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് കാണാറുണ്ട്. അത് കൊണ്ടുപോയിട്ട് 2 ദിവസത്തിനുള്ളിൽ ഉറുമ്പുകളെല്ലാം ചത്തുപോകും. ഇവരുടെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോളനിയിൽ കൊണ്ടുപോയി വെക്കുക, അവ സംഭരിക്കുകയൊക്കെയാണ് സാധനം ചെയ്യാറ്. മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി മറ്റുള്ള ഉറുമ്പുകളും ചത്തുപോകും. അങ്ങനെ നമുക്ക് ഉറുമ്പുകളെ കൊല്ലാൻ കഴിയും. പിന്നെയുള്ള വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന വൈറ്റ് വിനാഗർ ഉപയോഗിച്ചിട്ട് ഉറുമ്പിനെ കൊല്ലാൻ പറ്റും. അപ്പോൾ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾക്കെതിരെ വളരെയധികം പവർഫുൾ ആണ് വൈറ്റ് വിനാഗർ. അപ്പോൾ സോപ്പ് വെള്ളം സ്പ്രേ ചെയ്താലും ഇവ പോകും. സാധാരണ കണ്ടിട്ടുണ്ട് സോപ്പ് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്താലും ഉറുമ്പുകൾ പോകുന്നത് കാണാറുണ്ട്. സോപ്പ് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പിന് ദോഷമായിട്ട് കാണാറുണ്ട്, ഉറുമ്പുകൾ പോകുന്നത് കാണാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് വിനാഗർ നമ്മുടെ വീട്ടിലൊക്കെ സാധനം കിട്ടുന്ന സാധനമാണ് വൈറ്റ് വിനാഗർ. അപ്പോൾ വൈറ്റ് വിനാഗർ നമ്മൾ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഉറുമ്പുകൾക്ക് വളരെയധികം ദോഷമാണത്. അപ്പോൾ വൈറ്റ് വിനാഗർ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യമാണ് മുളക് പൊടി, ഉപ്പ് എന്നിവ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതറി കൊടുക്കുക. ഉറുമ്പുകൾ അവിടെ നിന്ന് പോകുന്നത് കാണാറുണ്ട്. ഇത് ചെയ്യുന്ന വഴി നമുക്ക് ഉറുമ്പെ കൊല്ലാൻ കഴിയില്ല. കൊല്ലാൻ കഴിയുന്ന രീതി മുകളിൽ പറഞ്ഞു കഴിഞ്ഞ് ബോറിക് ആസിഡിന്റെ പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉറുമ്പുകളെ കൊല്ലാം. ഉറുമ്പിനെ കൊല്ലാതെ മൂവ് ചെയ്യിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത ശേഷം നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രാമ്പൂവും അതേപോലെ കറുവപ്പട്ടയുടെ ഇലയും ഉണ്ടല്ലോ, ഈ 2 സാധനങ്ങളും പൗഡർ ആക്കിയിട്ട് ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിൽ വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾക്ക് ഭയങ്കരമായിട്ട് അസഹ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഈ 2. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഉറുമ്പിനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഏരിയയിൽ നിന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ വളരെ നാച്ചുറൽ ആയിട്ടാണ് നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് കർപ്പൂര തുളസി. നമ്മൾ അതിന്റെ ഇലകളെല്ലാം എടുത്ത ശേഷം നന്നായിട്ട് ഉണക്കി പൊടിച്ച ശേഷം
ഇത് ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ വിതറാം. പ്രത്യേകിച്ച് വീടിനകത്തേക്കാണെങ്കിൽ എങ്ങനെ ചെയ്തു കൊടുക്കാം. വീടിനകത്തൊക്കെ നമ്മുടെ അടുക്കളയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ കർപ്പൂര തുളസി ഉണക്കി പൊടിച്ച പൗഡർ മെല്ലെ ഓരോ ഭാഗങ്ങൾ വീടിന്റെ കോർണറിലൊക്കെ ഒന്ന് തൂവി കൊടുക്കുന്ന വഴി നമുക്ക് ഉറുമ്പുകൾ വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറൊരു എളുപ്പ വഴി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുക്കളയിൽ ഡൈനിങ് ടേബിളിൽ ഒരുപാട് ഉറുമ്പുകൾ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി കർപ്പൂരം എണ്ണയിൽ പൊടിച്ച് ചേർത്തിട്ട് ഒരു തുണിയിൽ ഇത് എടുത്തിട്ട് ഉപ്പിയെടുത്ത ശേഷം നമ്മൾ ആ എല്ലാ മേശെല്ലാം തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ ഉറുമ്പ് വരാറില്ല. ഉറുമ്പിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കർപ്പൂര എണ്ണയിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഇത്രയും വഴികൾ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്നും അതുപോലെ തോട്ടത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ എല്ലാം എഫക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉറുമ്പുകൾ തിരിച്ചു വരുന്നത് കാണാറുണ്ട്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നമുക്ക് പെർമനന്റ് ആയിട്ട് ഉറുമ്പുകൾ നമ്മളെ തോട്ടത്തിൽ നിന്ന് ഒരിക്കലും നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് റെഗുലർ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പുകൾ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമുക്ക് ഉറുമ്പുകളെ എന്നേക്കുമായിട്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം മരുന്നിന്റെ ശക്തി കുറഞ്ഞു കഴിയുന്ന സമയത്ത് ഉറുമ്പുകൾ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടത്തിലേക്ക് വരും. കാരണം ഉറുമ്പുകൾ അങ്ങനത്തെ ഒരു പ്രത്യേക ജീവിയാണ്. നമ്മൾ എങ്ങനെ തടഞ്ഞിട്ടാലും അവ വീണ്ടും വീണ്ടും വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവയ്ക്ക് ആഹാരം എവിടെയാണുള്ളത് അങ്ങോട്ട് അവ എന്തായാലും വരും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോട്ടങ്ങളിലും അതുപോലെ വീട്ടിനകത്തുള്ള ഉറുമ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ പയർ ചെടിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉറുമ്പുകൾ വന്ന ശേഷം മുഞ്ഞകളെയൊക്കെ കൊണ്ട് നിക്ഷേപിച്ച് അവ കൂടുതൽ നീരൂറ്റി കുടിച്ച് ആ പയർ ചെടിയൊക്കെ നശിപ്പിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബോറിക് ആസിഡിന്റെ പൗഡർ മേടിച്ചിട്ട് അതിൽ പഞ്ചസാര മിക്സ് ചെയ്ത് ചോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഉറുമ്പുകളെയും തോട്ടത്തിൽ നിന്ന് അകറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഉറുമ്പുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ മുഞ്ഞകൾ നിഷ്പ്രാസം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കീടനാശിനി അടിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ മുഞ്ഞകളെല്ലാം പോവും. പക്ഷെ നമ്മൾ ഉറുമ്പിനെ ഒഴിവാക്കാതെ നമ്മൾ കീടനാശിനി പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ വീണ്ടും വരികയും ചെയ്യും. ആ മുഞ്ഞകളെ വീണ്ടും നിക്ഷേപിക്കും. അപ്പോൾ വീണ്ടും ആ പ്രശ്നം നമ്മുടെ തോട്ടത്തിൽ ഒരിക്കലും പോവില്ല. അങ്ങനത്തെ പ്രശ്നം പലർക്കും സംഭവിക്കാറുണ്ട്. മുഞ്ഞ ഒഴിവാക്കാൻ വേണ്ടി മരുന്നുകൾ തളിക്കും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും മുഞ്ഞകൾ കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന കാണാം. പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഉറുമ്പിനെ ഒഴിവാക്കാതെ നമ്മൾ മുഞ്ഞയെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് കാര്യമില്ല. ഉറുമ്പിനെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ തോട്ടത്തിൽ നിന്ന് മുഞ്ഞ പോവുള്ളൂ. അപ്പൊ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ്സ് ചെയ്യാറുണ്ട്. അപ്പം കാണുന്ന കമന്റ്സിനെങ്കിൽ ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും മിക്ക കമന്റ്സും വിട്ടുപോകാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് കമന്റ്സ് നമുക്ക് നോക്കാം.